ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തൈര് ഉണ്ടാക്കുന്ന വിധം. പക്ഷേ അറിയാൻ പാടില്ലാത്ത കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ചിലർക്കിഷ്ടം നല്ല പുളിയുള്ള തൈരാണ്. മറ്റു ചിലർക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാൻ പുളിപ്പ് കുറഞ്ഞ കട്ട തൈരാണ് ഇഷ്ടം. ഒരു പാത്രം തൈരിൽ നിന്ന് ധാരാളം കാൽസ്യവും വൈറ്റമിൻ ഡിയും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈര് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതും ശുദ്ധമായ തൈര്. ദഹനം നടക്കാൻ വളരെ നല്ലതാണ് തൈര്. അതുകൊണ്ട് ദഹനക്കുറവുള്ളവർക്ക് തൈര് കഴിക്കാം. ചർമ്മത്തിന് നിറം നൽകുന്ന തൈര് സൗന്ദര്യ സംരക്ഷണത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കടയിൽ നിന്ന് വാങ്ങി മോയ്സ്ചറൈസർ നമ്മൾ മുഖത്ത് പുരട്ടുന്നതിൻ്റെ അതേ ഗുണമാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗുണം നമ്മൾ 15 മിനിറ്റ് ശുദ്ധമായ തൈര് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൈര് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 1 ഗ്ലാസ് പാൽ കൊണ്ടോ അല്ലെങ്കിൽ 2 ഗ്ലാസ് പാൽ കൊണ്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. വീടുകളിൽ നിന്ന് വാങ്ങുന്ന ശുദ്ധമായ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഒരല്പം വെള്ളമൊക്കെ ചേർക്കാം. ഞാനിവിടെ കവർ പാലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇത് പാൽ നന്നായിട്ട് തിളയ്ക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൽ ജലാംശം പൂർണ്ണമായിട്ട് വറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് തിളപ്പിച്ചില്ലെങ്കിലും തൈരുണ്ടാക്കാം എന്ന് ഇപ്പോൾ ചിലർക്ക് തോന്നാം. പക്ഷേ അത് ശരിയാണ്. നമ്മൾ നല്ല കട്ടിത്തൈര് വേണമെന്നുള്ളവർക്ക് വെള്ളം പൂർണ്ണമായിട്ട് വറ്റിച്ച് ഒരു 10 മിനിറ്റെങ്കിലും ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കട്ടി തൈര് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ തൈര് നമുക്ക് കിട്ടുന്നതാണ്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വയ്ക്കുകയാണ് അത് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പാട മാറ്റിയ തൈര് വേണ്ടവർക്ക് ഇപ്പോൾ ഈ കാണുന്ന പാട എടുത്തു മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാട്ടിൻപുറങ്ങളിലൊക്കെ ഉറയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ നമ്മളൊരു ഗ്ലാസ്സുമായിട്ട് പണ്ടൊക്കെ പോകും. എന്നിട്ട് അല്പം തൈര് അല്ലെങ്കിൽ ഉറ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ഉറ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സാധിക്കാത്തവർക്ക് ഒരു കവർ തൈര് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. നമ്മൾ 1 ഗ്ലാസ് പാലാണ് എടുക്കുന്നതെങ്കിൽ 4 സ്പൂൺ പുളിയുള്ള തൈര് ഉറയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. പാലിൻ്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ ഉറയുടെ അളവ് അതനുസരിച്ച് കൂടുതൽ എടുക്കുക. അതേപോലെ തന്നെ പെട്ടെന്ന് ഉറ കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തൈര് ഇതിൽ ആഡ് ചെയ്താൽ മതി. ഇത് സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പിയിലോ ഒക്കെയാണ് നമ്മൾ ഒഴിച്ച് വെക്കേണ്ടത്. ഒരിക്കലും അലുമിനിയം പാത്രം ഇതിനായിട്ട് യൂസ് ചെയ്യരുത്. ഇത് 12 മണിക്കൂർ നമ്മൾ സമയം വെച്ചിരുന്നാൽ തന്നെ നമുക്ക് പുളി കുറഞ്ഞ തൈര് വേണ്ടവർക്ക് ആ ടൈമിൽ ഉപയോഗിക്കാൻ തുടങ്ങാം. ഇപ്പോൾ പുളി കൂടരുതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ പുളിയില്ലാത്ത നല്ല തൈര് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. 24 മണിക്കൂർ കൊണ്ട് ആവശ്യത്തിന് പുളിയുള്ള തൈര് നമുക്ക് കിട്ടും. കൂടുതൽ സമയം പുറത്ത് വെച്ചിരുന്ന പുളി പിന്നെയും കൂടും. അതുകൊണ്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു മീഡിയം പുളിയുള്ള തൈരാണ് നല്ലത്. പിന്നെ പലരുടെയും ഒരു സംശയമാണ്, ഉറയില്ലാതെ തൈരുണ്ടാക്കാൻ പറ്റുമോ? ചിലർ കാന്താരിയുടെ ഞെട്ടിട്ട് വെക്കും പാലിൻ്റെ അകത്ത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം. പിന്നെ അല്ലാതെ ജസ്റ്റ് പാല് തിളപ്പിച്ച് മൂടി വെച്ചിരുന്നാൽ തന്നെ നമുക്കറിയാം പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇത് കട്ടയായിട്ട് കിടക്കും. കുറച്ച് ഭാഗം വെള്ളമായിട്ട്. ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് നല്ല കട്ടയായിട്ട് കിട്ടും. പക്ഷേ ഇത് പെട്ടെന്ന് കേടുവരുന്നൊരു സംഭവമാണ്. എന്തായാലും ഞാനിത് ആ രീതിയിൽ ഇതേവരെ യൂസ് ചെയ്തിട്ടില്ല. തൈര് എന്ന രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.